പുതിയൊരു പടം കണ്ടിട്ടുണ്ടായിരുന്നു. ബാബു ജോൺ ഡയറക്റ്റ് ചെയ്ത് ഏറ്റവും പുതിയ പടമായ അഖിൽമാരും അതുപോലെ തന്നെ ജാഫർ ഇടുക്കി അത് കോട്ടയം നസീറൊക്കെ അഭിനയിച്ച ദ മിഡ് നൈറ്റ് ഓഫ് മുള്ളംകൊല്ലി. ഈ പടത്തെക്കുറിച്ച് എനിക്ക് എന്താ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ തികച്ചും വ്യത്യസ്തപരമായിട്ടുള്ള കഥയോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ വലിയ വലിയ ജോണറിലൊക്കെ എടുത്ത സിനിമ അതൊന്നുമല്ല. കറക്റ്റ് ഒരു 90 കിഡ്സിലൊക്കെ നമ്മൾ എന്താണ് പണ്ടൊക്കെ 90 കാലഘട്ടത്തിൽ 90 95 കാലഘട്ടത്തിൽ അതേപോലത്തെ ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത് ഗൈസ്. തികച്ചും ഒരു കഥയില്ലാതെ ഏതൊക്കെയോ സ്റ്റുഡൻസ് അവൻ്റെ കോളേജ് പഠനമെല്ലാം കഴിഞ്ഞ് അവൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണത്തിലേക്ക് നാട്ടിലേക്ക് വരികയാണ്. അവിടെ വെച്ച് നടക്കുന്ന ത്രില്ലറും അതേപോലത്തെയുള്ള സീക്വൻസ് ഒക്കെയാണ് ഈ പടത്തിലെ മെയിൻ പോർഷൻ. അഖിൽ മാരാറിലേക്ക് വരുമ്പോൾ പടം ഒരു 40-45 മിനിറ്റ് ആളുണ്ട്. പക്ഷെ എന്നാലും ആൾ ബുള്ളറ്റിലാണ് എല്ലാപ്പോഴും ഇരിക്കുന്നത്. ബുള്ളറ്റ് എന്താ ഇത്ര ഉള്ളൂ എന്നറിയില്ല. ആൾ ഡയലോഗും ഫുള്ളും ഒക്കെ അതാണ്. ഫുള്ള് കലിപ്പ് കാട്ടുക, ബുള്ളറ്റ് കൊണ്ട് വരിക, വീണ്ടും കലിപ്പ് കാട്ടുക, ബുള്ളറ്റിൽ വരിക. ഇത് മാത്രമായിരുന്നു ഇവനെ കണ്ടത്. ഇതിൽ ആരാണ് നായകൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നായകന്മാരൊന്നും ഇതിലില്ല. ഒരു നായകൻ്റെ ആവശ്യമില്ലാത്തൊരു പടമാണ്. കാരണം ഒരു കഥയേ ഇല്ലാത്തൊരു പടമാണ്. പിന്നെ എന്തിനൊരു നായകൻ? നമുക്കറിയാം നമ്മുടെ മലയാള സിനിമ ഏറ്റവും വലിയ പീക്കിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ കൊമേഴ്സിലായാലും ക്ലാസിക്കായാലും തന്നെ എത്ര നല്ല സിനിമകളാണ് ഇപ്പോൾ മലയാളത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ആ പടങ്ങളിലൊക്കെ കണ്ണ് കിട്ടാണ്ടിരിക്കാൻ വേണ്ടി ഒരു പടം എന്തായാലും വേണം. അങ്ങനെ ഒരു പടമായിട്ട് കരുതുന്നത്. ഇത് എത്ര പേര് തിയേറ്ററിൽ പോയി കാണുമെന്ന് അറിയില്ല. നല്ല പടങ്ങൾ കാണാനേ